ഹലോ. അപ്പോൾ അങ്ങനെ ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ജേർണിയെക്കുറിച്ച് പറയാനാണ് വരുന്നത്. പരാജിതമായ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ജേർണിയെക്കുറിച്ച്. അപ്പോൾ അത് പറയുന്നതിന് മുന്നേ നമുക്കൊരു ചായ കുടിച്ചാലോ? ഇതെൻ്റെ യൂട്യൂബ് ചരിത്രത്തിലെ കണ്ടന്റ് ക്രിയേഷനിലെ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പല തവണയായിട്ടുള്ള തിരിച്ചുവരവുകളിലെ ഒരു തിരിച്ചുവരവാണെന്ന് വേണമെങ്കിൽ പറയാം. ചായ ഇവിടെ റെഡിയാവുന്ന സമയത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാം. ഞാൻ എൻ്റെ ഈ കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 4-5 വർഷമായി. പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ ഇല്ല. കാരണം ഞാൻ ഇതുവരെ സക്സസ് ആയിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സ്ഥിരത ഇല്ല എന്നാണ് എനിക്ക് പറയുന്നത്. കാരണം എനിക്ക് സ്ഥിരത എന്ന് പറയുന്ന സംഭവമില്ല. പഠിക്കുന്ന സമയത്തും ഇല്ല, ജോലി ചെയ്യുന്ന സമയത്തില്ല, ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്ന സമയത്തും ഇല്ല. പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂസ് ജീവിതത്തിലോട്ട് എനിക്ക് എന്താ പറയുക, ഒരു സ്ഥിരത എന്ന് പറയുന്നൊരു സംഭവം ഇല്ല. അതിന് കാരണം ഞാൻ എൻ്റെ 23-ാമത്തെ വയസ്സിൽ, അതായത് ഞാൻ ഏകദേശം 2020-21 ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം. എൻ്റെ കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അന്ന് എനിക്ക് ഭയങ്കര ഒരു സന്തോഷം, എന്താ പറയുക, ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ള സന്തോഷത്തോടു കൂടി ഞാൻ ചെയ്തതാണ് എൻ്റെ യൂട്യൂബ് ജേർണി എന്ന് പറയുന്നത്. അന്ന് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ എല്ലായിടത്തും പോയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറഞ്ഞ് എല്ലായിടത്തും കെഞ്ചി റോഡിൽ കാണുന്ന വരെ വിളിച്ച് ഞാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിച്ചു. അങ്ങനെ ഏകദേശം എനിക്കൊരു 800-850 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. 800-850 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ എനിക്ക് അങ്ങോട്ട് മടി പിടിച്ചു. ഞാനന്ന് ഏകദേശം ഒരു മാസം 1.5 മാസം ഞാൻ വീഡിയോസ് ഇട്ടുള്ളൂ. കണ്ടിന്യൂസ് ഞാനൊരു കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരാഴ്ച 2 വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് ഒരുപാട് പേര് എന്നെ ഭയങ്കരമായിട്ട് എന്നെ പ്രൊമോട്ട് ചെയ്തായിരുന്നു. പ്രൊമോട്ട് മീൻസ് എന്നെ എൻകറേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്യ് നല്ലതാണ്, ചെയ്യ് എന്ന് പറഞ്ഞ് നല്ല വീഡിയോസ് ആണെന്ന് പറഞ്ഞിട്ട് എൻകറേജ് ചെയ്തു. ആ എൻകറേജ്മെന്റ് എനിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് വീഡിയോസ് ഒന്നും ചെയ്തില്ല. അങ്ങനെ 850 സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ആ യൂട്യൂബ് ചാനൽ അങ്ങനെ നിന്നു. ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ ഉറക്കണിട്ട് വരുമ്പോഴും ഈ വല്ലപ്പോഴൊക്കെ ഇന്ന് വീഡിയോസ് ഇടണം, ഇന്ന് ഒരു 2-3 വീഡിയോസ് ഇട്ട് എനിക്ക് റീച്ച് ആവണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീണ്ടും എന്താ പറയുക വീഡിയോസ് ഇടും. ആദ്യത്തെ ഒരാഴ്ച ഞാൻ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടും. ഈ ഇടയ്ക്കിടയ്ക്ക് ഓരോ വർഷത്തിൽ എനിക്കൊരു സീസൺ ടൈം ഉണ്ട്. ആ സീസൺ ടൈമിലാണ് ഞാൻ വീഡിയോസ് ഇടുന്നത്. ആ സീസൺ ടൈമിൽ ഞാൻ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടും. എന്താണെന്ന് അറിയില്ല, എനിക്ക് ആ സമയത്ത് ഞാൻ ഭയങ്കര ഒരു യൂട്യൂബറായിട്ടൊക്കെ മാറി. ഞാൻ ഇഷ്ടംപോലെ വീഡിയോസ് എടുക്കും, ഇഷ്ടംപോലെ കണ്ടന്റ് ചെയ്യും. ഞാൻ ഉറക്കൊഴിച്ചിരുന്നത് എഡിറ്റ് ചെയ്യും, ഞാനത് പോസ്റ്റ് ചെയ്യും. കുറച്ചൊന്ന് പച്ച പിടിച്ച് വരുമ്പോഴത്തേക്ക് വീണ്ടും എനിക്ക് തോന്നും വേണ്ട വീഡിയോസ് കണ്ട എല്ലാവരെ കുറിച്ച് എന്ത് ചിന്തിക്കും എന്ന് ഞാൻ വീണ്ടും ചിന്തിക്കും. വീണ്ടും അങ്ങനെ എൻ്റെ വർഷങ്ങൾ കടന്നുപോയി. 6-7 വർഷങ്ങളായി. ഇന്ന് ഞാൻ ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഞാൻ ഒന്നും നേടിയിട്ടില്ല. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ, അതായത് ഇന്നിപ്പം വിഷുവിൻ്റെ തലേദിവസമാണ്, അതായത് ഏപ്രിൽ 13 2026 ഏപ്രിൽ 13. എനിക്ക് രാവിലെ ഉറക്കം എണീറ്റപ്പോൾ എനിക്ക് തോന്നി ഒരു കണ്ടന്റ് വീഡിയോ എടുക്കണമല്ലോ എന്ന്. ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. എൻ്റെ വസിക്കുന്ന വീടിൻ്റെ ചുറ്റും 10-15 വീട് എടുത്താൽ ആ വീട്ടിലെ 10 വീടുകളിലും ഓരോരോ യൂട്യൂബേഴ്സ് ഉണ്ട്. അവരൊക്കെ നല്ല രീതിയിൽ പച്ച പിടിച്ചവരുണ്ട്, പച്ച പിടിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ മാത്രമാണ് അന്നും ഇന്നും ഇങ്ങനെ കിടക്കുന്നത്. മെയിൻലി എന്നെ അലട്ടിക്കൊണ്ടുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അഹങ്കാരമൊന്നുമല്ല. എന്നെ അലട്ടിക്കൊണ്ടുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്ന് ചിന്തിക്കും. ചിലർ എന്നെ നോക്കിയിട്ട് വന്നിട്ട് പറയും, യൂട്യൂബിലങ്ങ് നിറഞ്ഞ് നിൽക്കുകയാണല്ലോ, ഫോൺ തുറന്ന നീ തന്നെയാണല്ലോ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാൽ തീർന്ന് പിന്നെ നോക്കണ്ട, ഞാൻ പിന്നെ വീഡിയോസ് ഇടൂലൊന്നും ഇടത്തില്ല. അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ പിന്നെ എനിക്ക് പിന്നെ അന്ന് മൊത്തം അതായിരിക്കും. പക്ഷേ ഞാൻ കാരണം അവർക്കൊരു ഇതാവുമല്ലോ എന്നിങ്ങനെ ചിന്തിക്കും. ചിലർ എൻ്റെ അടുത്ത് വന്നിട്ട് വീഡിയോസ് ഇടണം കേട്ടോ, നല്ല വീഡിയോസ് ആണെന്ന് പറയും. അപ്പോൾ എനിക്കങ്ങ് മടിക്കും. സത്യത്തിൽ എൻ്റെ ഭാഗത്ത് തെറ്റാണ്. അത് മാത്രമല്ല, എൻ്റെ ഫോണിൽ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്. ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്. ഇഷ്ടംപോലെ ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ള കുറേ വീഡിയോസ് ഉണ്ട്. ഞാൻ എടുത്ത് വയ്ക്കും. ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്ത് ഞാൻ ഒരുപാട് വീഡിയോസ് എടുത്ത് വയ്ക്കും. പക്ഷേ ഞാൻ പോസ്റ്റ് ചെയ്യില്ല. അതെന്തോ എനിക്കിഷ്ടമല്ല. എനിക്കതങ്ങനെ പോസ്റ്റ് ചെയ്യാൻ എനിക്കിഷ്ടമല്ല. എഡിറ്റ് ചെയ്തിട്ട് ഞാനിരുന്ന് ഡബ്ബൊക്കെ ചെയ്ത് ഞാൻ നന്നായിട്ട് വീഡിയോസ് കാണും. പക്ഷേ ഞാൻ പോസ്റ്റ് ചെയ്യില്ല. എനിക്കിഷ്ടമല്ല. എനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യത്തില്ല. മറ്റുള്ളതിനെക്കുറിച്ച് എന്ത് ചിന്തിക്കും, പിന്നെ ഞാൻ കുറച്ചൊക്കെ ഒന്ന് ഫേമസ് ആയാൽ ഞാനിങ്ങനെ പബ്ലിക്കിൽ ഇറങ്ങി നടക്കും എന്നൊക്കെയുള്ള എൻ്റെ ഓവർ തിങ്കിങ്ങും. ഇന്ന് ഈ വീഡിയോ എടുക്കുമ്പോൾ എനിക്കറിയില്ല ഞാനിത് പോസ്റ്റ് ചെയ്യുമോ എന്ന്. എന്നാലും പക്ഷേ ഇത് ഞാൻ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് എടുക്കുന്നത്. സത്യത്തിൽ നമ്മളെ ഒരുപാട് പേര് മോട്ടിവേറ്റ് ചെയ്യാൻ കാണും. ഞാൻ അവരൊന്നും ഒരിക്കലും മറക്കത്തില്ല. ഒരുപാട് പേര് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും, കുറച്ചധികം പേര് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യും. ചിലർ വന്നിട്ട് പറയും നിന്റെ ശബ്ദം കൊള്ളത്തില്ല, ചിലർ പറയും എഡിറ്റിംഗ് ഭയങ്കര മോശമായിരുന്നു, പിന്നെ ചിലർ പറയും ഫോൺ തുറന്നാൽ നിന്റെ വീഡിയോസാണ് കാണുമ്പോൾ തന്നെ ബോറടിക്കും എന്നൊക്കെ പറയും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിക്കും വേണ്ട, ഫോണിൽ വീഡിയോസ് ഒന്നും ഇടണ്ട എന്ന് ഞാനിങ്ങനെ ചിന്തിക്കും. അതുപോലെ മടിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് എനിക്കൊരു കാര്യമേ പറയാവുള്ളൂ, മടിച്ചിരിക്കാതെ മുന്നോട്ട് വരൂ. മടിച്ചിരിക്കാതെ വീഡിയോസ് ചെയ്യണം കേട്ടോ. കാരണം ഞാൻ എൻ്റെ 2021 തുടങ്ങിയ എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ അന്ന് നല്ലപോലെ ഞാൻ അത് വീഡിയോസൊക്കെ നോക്കി ഞാൻ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് നല്ലൊരു ഫോളോവേഴ്സ് ആവുന്ന ഒരു വ്യക്തിയായി മാറിയേനെ. പക്ഷേ എൻ്റെ മടി, എന്താ പറയുക, എൻ്റെ ഉത്തരവാദിത്തമില്ലായ്മയൊക്കെയാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്. അപ്പോൾ എനിക്ക് ഇതുപോലെ പുതുതായിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാതിരിക്കുന്ന ക്രിയേറ്റേഴ്സിനോട് പറയാനുള്ളത്, നിങ്ങൾ മടിച്ചിരിക്കരുത്. വീഡിയോസ് എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാതിരിക്കരുത്. നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ, പിന്നീടൊരു സമയത്ത് അതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കരുത്.
ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഇന്ന് ചിന്തിച്ച് വിഷമിക്കാറുണ്ട്. അയ്യോ ഞാൻ അന്ന് അങ്ങനെ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ. അപ്പോഴത്തേക്ക് എൻ്റെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട്, അതായത് പുതുതായിട്ട് കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നവരോടും അതുപോലെ മടിച്ച് നിൽക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മടി കൂടാതെ മുന്നിലോട്ട് വരിക. ഇല്ലാന്നുണ്ടെങ്കിൽ എന്നെപ്പോലെ കഴിഞ്ഞ സമയത്തെക്കുറിച്ച് ഞാൻ ചെയ്യാതിരുന്നതിനെക്കുറിച്ച് ഓർത്ത് റിഗ്രറ്റ് അടിക്കും, വിഷമിക്കും. അപ്പോൾ അതിന് ഒരു അവസ്ഥ ഉണ്ടാക്കാതിരിക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ആശംസകൾ. അപ്പോൾ ഞാൻ വീണ്ടും കണ്ടൻറ് ചെയ്യാം എന്ന് വിചാരിച്ച് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.